ഏറെ നാളായി കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു വിവാദ രാഷ്ട്രീയ കൊടുങ്കാറ്റുള്ള ഒരു കാഫിർ സ്ക്രീൻഷോട്ട് കേസ്. അപ്പോൾ ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ മുഖ്യപ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഒപ്പം റിബേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലും ഇന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി വിധി പറയും. അപ്പോൾ അനഘ ഹർഷനുണ്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. അനഘയോട് ചോദിക്കാം. അനഘ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതികൾ രണ്ടുപേരും ഇന്ന് കോടതിയെ സമീപിക്കാനുള്ള മുഖ്യപ്രതി ജിതിൻ ഭാസ്കറിന് ഇന്നെങ്കിലും കോടതി ജാമ്യം അനുവദിക്കുമോ? ഇന്ന് എപ്പോഴാകും ഈ ജാമ്യാപേക്ഷകൾ? മുൻകൂർ ജാമ്യാപേക്ഷയുമുണ്ട്, ഒപ്പം ജാമ്യാപേക്ഷയുമുണ്ട്. രണ്ടും എപ്പോഴാകും പരിഗണിക്കുക അനഘ? അശ്വതി ഗൗതം, ഗുഡ് മോർണിംഗ്. ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് കേസ്. ഈ കേസിലെ ഏറ്റവും തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ഈ ജിതിൻ ഭാസ്കറിലേക്ക് അന്വേഷണം എത്തുന്നത്. ഈ ജിതിൻ ഭാസ്കറാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്നുള്ളതിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. തുടർന്നാണ് ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്യുന്നത്. ജിതിൻ ഭാസ്കറിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഇത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഫോൺ റീസെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ റീസെറ്റ് ചെയ്ത ഫോൺ ചില ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം കൂടി വരേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജിതിനായി ഈ അന്വേഷണ സംഘം ഈ ജിതിൻ ഈ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷ കോഴിക്കോട് വടകര കോടതിയിൽ ആദ്യഘട്ടത്തിൽ ജിതിൻ ജാമ്യത്തിനായി അപേക്ഷിച്ചിരുന്നു. പക്ഷേ കോടതി തള്ളുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് കോഴിക്കോട് ജില്ലാ കോടതിയെ ജിതിൻ ഭാസ്കർ സമീപിച്ചത്. ഈ കോടതിയാണ് കഴിഞ്ഞ ദിവസം വിശദമായ വാദം കേട്ടിരുന്നു. അതിൽ പ്രധാനമായും പ്രതിഭാഗം പറഞ്ഞത് എന്ന് പറയുന്നത് ഒരാളുടെ സ്വന്തം ഫോണാണ്. ആ സ്വന്തം ഫോണ് റീസെറ്റ് ചെയ്യുന്നതിൽ എന്താണ് അസ്വാഭാവികത, എന്തിനാണ് മാധ്യമങ്ങൾക്കടക്കം ഈ കേസിൽ ഇത്ര ആകാംക്ഷ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു പ്രതിഭാഗം ചോദിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ ജാമ്യം നൽകിയാൽ അത് ഈ കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഏറെ രാഷ്ട്രീയ പിടിപാടുള്ള വ്യക്തി കൂടിയാണ് ജിതിൻ ഭാസ്കർ എന്നൊക്കെയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ കോടതി ഇന്ന് വിധി പറയുക. 11 മണിയോട് കൂടിയായിരിക്കും ഈ കേസ് കോടതിയിൽ നടക്കുക. അശ്വതി, അത് തന്നെയാണ്. എന്തായാലും ഈ പോരാളി ഷാജിയൊക്കെ ഇന്ന് കോടതിയിലേക്ക് സമീപിക്കുകയാണ്. ജാമ്യം ഉണ്ടാകുമോ, പുറം ലോകം കാണുമോ? ഒപ്പം റിബേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലും വിധി എന്നാണ് പറയുക. 11 മണിയോട് കൂടിയാണ് വിധി പറയുക.